നമ്മുടെ ഈ മാഷ് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഈ ഇന്ത്യൻ ദേശീയത തന്നെയാണ് പ്രോബ്ലം. ഈ ഇന്ത്യൻ ദേശീയതയും എപ്പോഴും ഒരു സബ് നാഷണലിസം, കേരളം എന്ന് പറയുന്ന ഒരു സംതിങ് സ്പെഷ്യലാണെന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് രണ്ടും വളരെ വരേണ്യമാണ്. ഇന്ത്യൻ ദേശീയതയുമായിട്ട് രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയമാണെങ്കിലും കേരളത്തിൻ്റെ നമ്മളീ പറയുന്ന ഒരു ഇടത് ദേശീയത എന്നൊക്കെ പറയുന്ന കേരള ദേശീയത എന്ന് പറയുന്നതും വളരെ വരേണ്യമായി നിൽക്കുന്നൊരു സാധനമാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം നോക്കിയിരുന്നാൽ മതി. ഈ ഇന്ത്യയിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ എത്ര പിന്നോക്ക നേതാക്കളുണ്ടായിരുന്നു നമുക്കറിയാവുന്ന. ഇന്ത്യയിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് മൂവ്മെൻറ്റിൻ്റെ നകത്ത് അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ ചലിപ്പിക്കുന്നതിനകത്ത് ഇന്ത്യയിലെ പിന്നോക്ക കമ്മ്യൂണിറ്റികൾ വളരെ വലിയ കോൺട്രിബ്യൂഷൻ ആ കമ്മ്യൂണിറ്റിക്കുണ്ട്. നമുക്ക് എത്ര പിന്നോക്ക നേതൃത്വങ്ങളെ നമുക്കറിയാം. ലാൽ ബഹദൂർ ശാസ്ത്രിയോ ഈ കാമരാജോ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന എത്ര നേതാക്കളുണ്ട്. കർണാടകയിൽ നിന്ന് ഒരു നെഞ്ചിലിപ്പ എന്തുണ്ട്, പഞ്ചാബിലൊരു ദേശ്മുഖുണ്ട്, അല്ലാതെ എത്ര പേരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നേതൃത്വം നമുക്ക് രൂപപ്പെട്ടു വരാഞ്ഞത്? ഇതിൻ്റെ ഒരു അടിസ്ഥാനം കേരളത്തിലാണെങ്കിൽ ഈ ഒരു അടിസ്ഥാന പ്രശ്നം നമ്മളിതിനെ എനിക്ക് തോന്നുന്നു ബാബുരാജേട്ടൻ അത് പറഞ്ഞു ആ കാര്യം. അതായത് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വരേണ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിൽ സാമൂഹ്യമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായിട്ടും വേർതിരിക്കപ്പെടണമെന്ന് പറഞ്ഞത്. ഈ രാഷ്ട്രീയമായി വേർതിരിക്കപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൺടച്ചബിൾ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മോഹൻ ഗോപാൽ സാർ പറഞ്ഞ പോലെ ഈ പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ ദേശീയതയ്ക്കകത്ത് തന്നെ ഈ മനുഷ്യരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഈ പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെന്നായി പറഞ്ഞത്. പക്ഷേ അത് ഇന്ത്യക്കകത്ത് നടക്കുന്നില്ല. അത് കേവലം നമ്മളീ പറയുന്ന ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രമല്ല അത് നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന മുഴുവൻ നമ്മുടെ ഐഡൻറ്റിറ്റി, മലയാളി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് എന്താണ്? വെള്ള മുണ്ട് ഉടുപ്പ് ഉടുത്ത ഒരു മലയാളി പുരുഷൻ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനാണ്? നിങ്ങൾക്ക് ഈ ഒരു മലയാളി മങ്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കറുത്ത സ്ത്രീയോ ഒരു തട്ടവിട്ട സ്ത്രീയോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് കാലത്താണ് വിളക്ക് കത്തിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, നമ്മൾ ആരാ കേരളത്തിൽ സദ്യ കഴിച്ചിട്ടുള്ളവർ? ഞാൻ പറയുന്നത് ഇതിനൊന്നും തള്ളിക്കണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ, അത് ദേശീയ ഐഡൻറ്റിറ്റി ആണെങ്കിലും കേരള ഐഡൻറ്റിറ്റി ആണെങ്കിലും മുഴുവൻ വരേണ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മളൊക്കെ പറയാം നമുക്ക് തറവാടുണ്ടെന്നാണ് പറയുന്നത്. ആരാ ഇവിടെ തറവാട്ടിൽ താമസിച്ചിരുന്നത്? ഏത് മനുഷ്യരാണ്? നമ്മുടെ ഭക്ഷണം, വസ്ത്രം, സംസ്കാരം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഈ സാമൂഹികതയ്ക്കകത്താണ് ഈ പ്രോബ്ലം കിടക്കുന്നത്. ഇതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സോഷ്യൽ ലൈഫിനെ നമ്മൾ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുക, നമ്മളതിനെ പുനർനിർമ്മിക്കുകയല്ല, ഇതിനെ അപനിർമ്മിച്ചാലേ നമുക്ക് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അംബേദ്കർ എപ്പോഴും അദ്ദേഹം പറയുന്നത് നമ്മുടെ സമൂഹം എപ്പോഴും ഡെമോക്രാറ്റിക് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോഴും നമുക്കറിയാം ഇപ്പം പ്രത്യേകിച്ച് മണ്ഡലാനന്തരം ഇന്ത്യയിലെ OBC കമ്മ്യൂണിറ്റികൾ വലിയ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് എത്രയുണ്ട് പ്രാതിനിധ്യം? 543 MP-മാരിൽ ഏതാണ്ട് 131 പേര് SC/ST ആണ്, 84 പേര് SC-യും 47 പേര് ST-ആണ്. ഫസീറാദാബാദിൽ നിന്നുള്ള ഒരാളും കൂടി ഇപ്പോൾ വന്ന് ജനറൽ സീറ്റിൽ നിന്ന് വന്നു. ഇപ്പോഴത്തെ അയോധ്യ നിൽക്കുന്നിടത്ത് വന്ന് ഒരാളും കൂടി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. 132 പേര് SC/ST-കാരാണ്. ബാക്കി വരുന്ന 411 സീറ്റിൽ റിസർച്ച് ഗേറ്റിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2024 സ്റ്റഡി അനുസരിച്ചിട്ട് 69% സവർണരാണ്. അപ്പോൾ എത്ര പേരുണ്ട് OBC? ഏതാണ്ട് ഡൊമിനൻ്റ് ആയിട്ടുള്ള OBC പോപ്പുലേഷൻ നിൽക്കുന്നിടത്തൊക്കെ തന്നെ ഈ സവർണരായിട്ടുള്ള വിഭാഗങ്ങളാണ് ജയിച്ചു വരുന്നത്. നേരത്തെ സുധീഷ് ഏട്ടൻ അവതരിപ്പിച്ച കണക്കിൻ്റെ ഈ നായർ കമ്മ്യൂണിറ്റി എവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 10-11% വരുന്ന നായർ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ 50% റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്?
നമുക്കാർക്കും അതൊരു പ്രോബ്ലം അല്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു വരേണ്യ ദേശീയതയാണ്, ഒരു കേരള ദേശീയതയാണ് നമ്മൾ സ്വാംശീകരിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. നമ്മൾ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുകയും അത്തരം ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ പ്രാതിനിധ്യ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. പ്രാതിനിധ്യത്തെ കേവലം ഒരു പ്രാതിനിധ്യ പ്രശ്നമായിട്ട് മാത്രം നമുക്കതിനകത്ത് പരിഹരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു, കേരളത്തിൽ ഈഴോ കമ്മ്യൂണിറ്റി വലിയ ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു വലിയ പവർഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറണമായിരുന്നു. ആ അർത്ഥത്തിൽ ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഒരു ചീഫ് സെക്രട്ടറി അല്ലേ സാർ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും OBC കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകാറില്ല. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്ററുടെ നിയമ മന്ത്രാലയത്തിൻ്റെ പുതിയ കണക്ക് വന്നതിനകത്ത് 84 സെക്രട്ടറിമാരിൽ 11 പേരേ ഉള്ളൂ OBC, 4 SC. ഈ കേരളത്തിലെ 21 മന്ത്രിമാരിൽ 10 പേര് നായന്മാരല്ലേ? ഈ 10 പേര് നായർ കമ്മ്യൂണിറ്റി ആണെന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. അതെ, കേരളത്തിൽ നമ്മൾ ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നു. നമ്മൾ കേരളത്തിൻ്റെ സ്വത്ത്, വിഭവം, തൊഴിൽ കൈയടക്കി വെച്ചിരിക്കുന്ന വകുപ്പെടുത്തു. മുഖ്യമന്ത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ധനകാര്യം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കൃഷി, ഉന്നത വിദ്യാഭ്യാസം, വ്യവസായം. അതായത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ വകുപ്പും കൈയടക്കി വെച്ചിരിക്കുന്നത് നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒറ്റ സമുദായമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു തീയ കമ്മ്യൂണിറ്റിയിലെ ഒരു നേതാവ് എടുത്താൽ പിന്നെ ഏത് സമുദായത്തിനുണ്ട് കൊള്ളാവുന്നൊരു വകുപ്പുള്ളത്? മലയാളിക്ക് അത് പ്രശ്നമല്ല. നേരെ മറിച്ച് ദേവസ്വം വകുപ്പിൽ കെ രാധാകൃഷ്ണൻ വന്നപ്പോൾ അതായിരുന്നു 96% അപ്പർ കാസ്റ്റുകാരുള്ള ദലിതർക്കോ പട്ടികജാതിക്കാർക്കോ OBCക്കാർക്കോ ഒരു ഗുണവും ചെയ്യാത്ത ഒരു വകുപ്പാണ് ഈ ദേവസ്വം വകുപ്പ്. അവിടെ ഈ കെ രാധാകൃഷ്ണനെ കൊണ്ടുവച്ചപ്പം അത് നമ്മൾ വിപ്ലവമായിട്ട് ആഘോഷിച്ച ആൾക്കാരാണ്. ഈ 50% നായന്മാരിരിക്കുന്നത് വിപ്ലവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഈ നിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്കകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം അധികാര വ്യവസ്ഥയുടെ മാത്രം ഒരു പ്രോബ്ലം അല്ല, നമ്മൾ ജീവിക്കുന്ന സാമൂഹികതയുടെയും കൂടി ഒരു പ്രോബ്ലമാണത്. അതിനെ നമുക്ക് മറികടക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പിന്നോക്ക ബഹുജൻ രാഷ്ട്രീയം നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നാലേ നമുക്കതിനെ മറികടക്കാൻ പറ്റുള്ളൂ. മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ടായിരുന്നൊരു ഗുണം അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ആ സാമുദായിക നിലനിർത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. ഈ കേരളത്തിൽ സവർണ വിഭാഗങ്ങളെക്കാട്ടും അതിസൂക്ഷ്മമായി ബഹുജൻ രാഷ്ട്രീയത്തെ പൊളിക്കുന്ന ഇടതുപക്ഷം. ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താം. ഈ മുസ്ലിങ്ങൾക്കെതിരെ വലിയ സംഘപരിവാർ ആക്രമണത്തിനെക്കാട്ടിലും ഭീകരമായ ആക്രമണം CPM തുടങ്ങുന്നത് എന്നുപോലെന്നറിയോ? 2019 ശേഷമാണ്. 2019 വരെ അവരെങ്ങനെയെങ്കിലും ലീഗിനെ LDFിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നു. 2014 വരെ ജമാഅത്ത് അവർ പ്രത്യക്ഷമായി പിന്തുണയുണ്ടായിരുന്നു. 19 വരെയൊക്കെ അവർ കൊടുത്തിരുന്നു. 2019 ശേഷമാണ് ഇത് മുറിയുന്ന യഥാർത്ഥത്തിൽ. അതിഭീകരമായിട്ടുള്ള അറ്റാക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടായത്? 2019 EWS വരികയും EWSൻ്റെ അടിസ്ഥാനത്തിൽ ലീഗും SNDPയും പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള സംഘടനകളും കുറച്ച് ദളിത് ഓർഗനൈസേഷൻ കയറി അവരൊരു സമുദായ ഐക്യം രൂപപ്പെടുത്തിയെടുത്തു. അത് മുന്നോട്ട് പോയില്ല, അത് യാഥാർത്ഥ്യം. പക്ഷേ ആ രാഷ്ട്രീയം കേരളത്തിൽ ഇവർ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരുന്ന LDFിനെയാണ്. മുന്നോട്ട് വരുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് മുസ്ലിം ലീഗിനെതിരെ അതിഭീകരമായ അറ്റാക്ക് ജമാഅത്തിൻ്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും സംഭവിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിറ്റി 27-28% വരുന്ന മുസ്ലിങ്ങളും 22% വരുന്ന ഈഴവരും കൂടി വരുന്ന ഒരു ഐക്യം രൂപപ്പെട്ടു വന്നാൽ വലിയൊരു സാധ്യത അന്ന് കേരളത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുമായിരുന്നു. ഈ 2 കമ്മ്യൂണിറ്റികളും ഇനി ഈ ഭൂമി നശിക്കുന്നിടം വരെ ഒന്നാകാൻ ഒരു രാഷ്ട്രീയ ഐക്യം രൂപപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ശത്രുക്കളാക്കി ഇവർ മാറ്റി തീർത്ത്. ഇനിയൊരു പിന്നോക്ക രാഷ്ട്രീയം ഈ അടുത്ത കാലത്തൊന്നും ഈ സമുദായങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാര്യം പിന്നോക്ക രാഷ്ട്രീയത്തെ എടുക്കണമെങ്കിൽ സമ്പത്ത് വേണം, സാങ്ഷൻഡ് കമ്മ്യൂണിറ്റി വേണം, ഇങ്ങനെയൊക്കെ വേണം. ആ ദളിത് കമ്മ്യൂണിറ്റി കൊണ്ടൊന്നും നടക്കില്ല. ഇത് പറ്റുന്ന ഈ കേരളത്തിലെ ഈഴോ കമ്മ്യൂണിറ്റിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അവർ 2 പേരും ഏതാണ്ട് 2 പാർട്ടിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിനെ തകർത്ത് തരിപ്പണമാക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും സൂക്ഷ്മമായിട്ടാണ് അവർ ഈ പിന്നോക്ക ബഹുജൻ രാഷ്ട്രീയത്തെ തകർക്കുന്നത്. എനിവേ ഞാനീ പറഞ്ഞു തന്നത് നമുക്കിതിനെ ഒരു പ്രാതിനിധ്യം, തീർച്ചയായിട്ടും പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. പ്രാതിനിധ്യമാണ് നമുക്ക് പൗരത. ഈ സനൽ മാഷൻ്റെയൊക്കെ പഠനത്തിൽ പറയുന്നത് പോലെ
പ്രാതിനിധ്യമാണ് നമുക്ക് സ്വയംഭരണശേഷി തരുന്നത് തന്നെ. നമ്മുടെ സിറ്റിസൺഷിനെ ഉറപ്പിക്കുന്നത് തന്നെ റെപ്രസെൻറ്റേഷനാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ദേശരാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് വരികയില്ല. അത് വളരെ പ്രധാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളൊരു ഒരു വളരെ വിശാലമായൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയുക, ഒരു കീഴാള വികസനത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ഈ 3 പേരുടെയും ടോക്ക് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ അതിനോട്ട് എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.